CMRL എക്സാലോജിക് ഇടപാട് കേസിൽ SFIO പ്രതി ചേർത്ത വീണ വിജയനെ അറസ്റ്റ് ചെയ്യില്ല. അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചതിനാൽ അറസ്റ്റ് ഇല്ലെന്നും അതിന് വ്യവസ്ഥയില്ലെന്നും SFIO വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്നലെയാണ് എറണാകുളം ജില്ലാ കോടതിയിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ ശങ്കർ, നമസ്കാരം. ഈ സംഭവത്തിൽ വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമോ, വിചാരണ നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ വ്യക്തമാകുന്നു വീണ വിജയനെ അറസ്റ്റ് ചെയ്യില്ല എന്ന്. വിശദാംശങ്ങൾ എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തതിന് പിന്നാലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായത് വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. കാരണം 10 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ വിജയനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഉയർന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത വരുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. അതായത് വീണ വിജയന്റെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളതാണ് SFIO വൃത്തങ്ങൾ നൽകുന്ന വിവരം. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി. അന്വേഷണം പൂർത്തിയാക്കുക മാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് SFIO വൃത്തങ്ങൾ പറയുന്നത്. ഇനി കോടതിയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളേണ്ടത്. ഇപ്പോൾ കുറ്റപത്രം കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് SFIO കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. ഈ കുറ്റപത്രം ഇനി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കടമ്പയും കൂടി കടക്കേണ്ടതുണ്ട്. അതായത് ഈ SFIO നൽകിയ കുറ്റപത്രത്തിലെ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പരിശോധന ആ ഘട്ടത്തിലുണ്ടാകും. ആ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ വീണ വിജയനെ ഉൾപ്പെടെയുള്ളവരെ നിയമപരമായിട്ട് പ്രതി ചേർക്കപ്പെടുകയുള്ളൂ. അതിനുശേഷം മാത്രമേ അവർക്ക് വിചാരണ നേരിടേണ്ടി വരികയുള്ളൂ. അതായത് കോടതിക്ക് മുൻപാകെ കൂടിയും SFIOയ്ക്ക് ഈ കുറ്റകൃത്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും സമൻസ് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കോടതി കടക്കുക. ശരിയാണ്. അരുൺ ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. തൽക്കാലം വീണ വിജയനെ അറസ്റ്റ് ചെയ്യില്ല, ഈ ഘട്ടത്തിൽ വിചാരണ നേരിടേണ്ടി വരില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമാക്കിയത്.